ഹലോ! വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. കാലം എത്ര കടന്നാലും ചില സൗഹൃദങ്ങൾ ഒട്ടും പഴകില്ല അല്ലേ? വീണ്ടും കാണുമ്പോഴും നമുക്ക് ഇന്നലെ കണ്ട പോലെ തോന്നും. അതിന് എന്നും ഫോൺ ചെയ്യണമെന്നോ, സംസാരിക്കണമെന്നോ, അല്ലെങ്കിൽ ഡെയിലി മെസ്സേജ് അയക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല അല്ലേ? ചിലപ്പോ നമ്മള് കാണുമ്പഴ് ഒത്തിരി സംസാരിച്ച് നമ്മള് തല്ലുകൂടാം, അടികൂടാം. തല്ലുകൂടാന്ന് പറഞ്ഞാൽ ഫിസിക്കൽ തല്ലുകൂടാന്നല്ല കേട്ടോ. നമ്മള് പറഞ്ഞു പറഞ്ഞ് വഴക്കിടാം. അങ്ങനെ പല രീതിയിലും നമ്മള് സംസാരിക്കാം. പക്ഷെ ആ റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്സ് അല്ലേ? അങ്ങനെ ഞങ്ങടെ 3 ഫ്രണ്ട്സ് ഞങ്ങള് എഞ്ചിനീയറിങ്ങിന് ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്ന 3 ഫ്രണ്ട്സ് ഇന്ന് ഒരുമിച്ച് ഈ ഒരു യാത്ര പോവാണ്. ഒരു ക്രൂയിസ് ട്രിപ്പ്. അത് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഒരു ക്രൂയിസ് ട്രിപ്പ്. ഞങ്ങള് 3 ഫാമിലീസ് ഒരുമിച്ച് ഫ്ലൈറ്റ് വഴി മുംബൈയിലെത്തി. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഞങ്ങള് ഷിപ്പില് 2 ഡേയ്സ് കൊടീലിയ ക്രൂയിസ് വഴി തിരിച്ച് കൊച്ചിയിലോട്ട് വരുവാണ് കേട്ടോ. അപ്പം ഇത് ഞങ്ങള് മുംബൈ പോർട്ടീന്ന് കേറാൻ നിക്കയാണ്. അവിടുന്നേ ഞങ്ങളിങ്ങനെ ഓരോരോ വർത്താനങ്ങളും, അടിയും, വഴക്കും അടീന്ന് പറഞ്ഞാ അങ്ങനെ സീരിയസ് അടിയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ മുരളിയേട്ടൻ എല്ലാവരെയും ഇങ്ങനെ ചൊറിയാൻ മിടുക്കനാണ്. ഞാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിയും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിങ്ങനെ ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അടികൂടലും, വഴക്കൂടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ടാണ് ആ ബോട്ടിലേ കേറുന്നത്. ലൈഫില് നമ്മള് എത്ര ബിസി ആണെങ്കിലും ഇങ്ങനെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ ആ ഒരു മെമ്മറീസ് ആയിട്ട് ലൈഫ് ലോങ് നമുക്കൊപ്പം ഉണ്ടാവുക അല്ലേ. ഈ ഒരു മെമ്മറീസ് നമുക്ക് എപ്പോഴും ചെറിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആക്ച്വലി ഈ ക്രൂയിസിലോട്ട് പോകുന്നതിന്റെ ഒരു 1 വീക്ക് മുന്നേ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ശരിക്കും മുട്ടുവേദനയൊക്കെ ആയിട്ട് വയ്യാതിരുന്നാലും എനിക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നു. ഈ ഷിപ്പിനകത്ത് കേറിയാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈഫൈ എന്നൊരു സംഭവം ഇല്ല. നമ്മളെല്ലാവരും പുറത്ത് ലോകത്ത് വൈഫൈ, ഫോൺ ഒക്കെ കണ്ട് എപ്പോഴും ഫോണിനകത്ത് ഒരു ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ എല്ലാം. ഇതിനകത്ത് വൈഫൈ എന്നൊരു സംഭവമില്ല. അപ്പൊ ആർക്കും ഫോൺ ഉപയോഗം എന്നൊരു സംഭവമില്ല. അപ്പൊ തന്നെ എന്താണ് നമ്മൾ ആ ഫോണുമായിട്ടുള്ള ബന്ധം അവിടെ നിന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് യൂഹിക്കാലോ. ആ ഫോൺ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് ഒരു പകുതി ഫ്രീ ആയ പകുതിയല്ല മുക്കാലും ഫ്രീ ആയതുപോലല്ലേ. അപ്പൊ പിന്നെ വൈഫൈ വേണമെങ്കിൽ എമർജൻസിക്ക് നമുക്ക് ആരെങ്കിലും വീട്ടിലോട്ടോ ഒക്കെ ദിവസത്തിൽ ഒന്നൊന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു വൈഫൈ എടുക്കണം. അതാണ് ഇപ്പൊ നിങ്ങൾ കേറുന്ന ഉടനെ മുരളിയുടെ വൈഫൈ എടുക്കുന്നത് കണ്ട്. കാരണം ഒന്ന് വീട്ടിലോട്ട് വിളിച്ച് ഒന്ന് കാര്യങ്ങൾ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിൽ നമ്മളൊന്ന് വൈഫൈ എടുത്ത് വെക്കണം. മുരളിയേട്ടൻ എന്നും ഒന്ന് വീട്ടിലോട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊന്ന് വൈഫൈ എടുത്ത് വെച്ചു. അപ്പം ആവശ്യമുള്ളപ്പോൾ കാരണം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ ആവശ്യമുള്ളപ്പോൾ വൈഫൈ ഓൺ ആക്കി വീട്ടിലോട്ട് വിളിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പം ആരും തന്നെ ഫോൺ യൂസ് ചെയ്തിരുന്നില്ല. ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഒരു കുറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫാമിലി, കരിയർ അതിൻ്റേതായ സ്ട്രഗിൾസ് അത് ആക്ച്വലി സത്യമാണ്. പക്ഷെ ആ ഫോൺ ഉപയോഗം കൂടി പോകുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് റീചെക്ക് ചെയ്യുക അല്ലേ? അതിങ്ങനത്തെ പല അവസരങ്ങളിലാണ് നമുക്ക് റീചെക്ക് ചെയ്യാന് ഒരു ചാൻസ് കിട്ടുന്നത്. ഈ ഒരു 2 ദിവസം ഫോൺ ഇല്ലാതെ ആക്ച്വലി ഒരു 48 അവേഴ്സ് ആരും തന്നെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മാത്രമാണ് ഞാൻ ഫോൺ യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ എൻ്റെ ഈ വ്ലോഗിൽ ഒരു പ്രാവശ്യം ഈ ക്രൂയിസ് ഒരു 2 ഇയേഴ്സ് മുന്നേ ഓൾറെഡി കണ്ടു കാണും. ഞാൻ രശ്മി ഗിരിചേട്ടനായിട്ട് ഈ കൊടീലിയ ക്രൂയിസ് ഓൾറെഡി വന്നതാണ്. അത് കൊച്ചി ടു മുംബൈ ആണ് 3 ഡേയ്സ്. 1 ഡേ ലക്ഷദ്വീപിലും കൂടെ പോയി. അങ്ങനെയായിരുന്നു ക്രൂയിസിന് പോയത്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഈ ക്രൂയിസ് റിപ്പീറ്റ് ആണ് വരുന്നത്. അപ്പം ഇവരുടെ കൂടെ മഞ്ജുവിന്റെയും ഗായത്രിയുടെയും കൂടെ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ ഈ ക്രൂയിസിനകത്തുള്ള ആക്ടിവിറ്റീസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. വേറെ ഇതിനകത്തെ ഷോസും ഒക്കെ സെയിം തന്നെയാണ്. ക്രൂയിസിനകത്ത് നമുക്കൊരു വൺ ടൈം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ആ ഫ്രണ്ട്സിന്റെ കൂടെ വരിക എന്ന് തന്നെയാണ് ഈ ഒരു യാത്രയുടെ സ്പെഷ്യാലിറ്റി. അല്ലാതെ നമുക്ക് ക്രൂയിസ് കൊടീലിയ ക്രൂയിസാണ് ഞാൻ പറഞ്ഞല്ലോ. കൊടീലിയ ക്രൂയിസാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ വ്ലോഗില് ഈ ക്രൂയിസിന്റെ വിശേഷങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്.
ആദ്യം കണ്ട ഭാഗത്ത് നോട്ട് ചെയ്തോന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ കളർ കോഡൊക്കെ ഇട്ട് എല്ലാരും ബ്ലാക്കാണ് ഇട്ടിരുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫുൾ ബ്ലാക്ക് കളർ കോഡൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഇത് സെക്കൻഡ് ഡേ ആണ്. ഈ സെക്കൻഡ് ഡേയില് ഞങ്ങള് 3 പേരും ബ്ലൂ കളർ കോഡ്, ബ്ലൂവിന്റെ പല ഷെയ്ഡ്സ് ബ്ലൂ കളർ കോഡാണ് ഇട്ടേക്കുന്നത്. ഇത് ഇവിടുത്തെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടിലും ഇപ്രാവശ്യം ഈ ക്രൂയിസിന്റെ റേറ്റ് കുറവാണ്. അപ്പൊ വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല ആക്ച്വലി ഇപ്പം ഇതിന്റെ റേറ്റ്. വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങൾ ഈ ക്രൂയിസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് ഏകദേശം പെർ പേഴ്സൺ 24K ആണ്. അത് കിഡ്സ് ഫ്രീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഞ്ജുവിനും ഗായത്രിക്കും അങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ ഏജ് 15 എബോവ് ആണെങ്കിൽ അത് ഫ്രീ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓരോ ഡെക്ക് അനുസരിച്ചാണ് ഈ റേറ്റ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 3rd ഡെക്കിലും 4th ഡെക്കിലും ഉള്ള റൂംസിനാണ് ഈ റേറ്റ് വരുന്നത്. ഇതല്ലാതെ 7th ഡെക്കാണെങ്കിൽ അത് റേറ്റ് കൂടുതലാണ്. അന്ന് ഞങ്ങള് 7th ഡെക്കിലുള്ള പ്രീമിയർ റൂംസാണ് എടുത്തത്. പിന്നെ സീ വ്യൂ ഉള്ള റൂംസിന് റേറ്റ് കൂടുതൽ. അങ്ങനെ പല ടൈപ്പ് റൂംസിന് പല റേറ്റാണ്. ഇത് അവിടെ ഓഷ്യൻ പേൾസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം മഞ്ജുവും ഗായത്രിയും കൂടെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു തന്നു. കാരണം എൻ്റെ ബർത്ത്ഡേ അടുപ്പിച്ച് അവർ രണ്ടുപേരും സ്ഥലത്തുണ്ടാവത്തില്ല. ബർത്ത്ഡേയുടെ 1 മന്ത് മുന്നേ ആണെങ്കിലും അവർ എനിക്ക് നേരത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു തന്നു. അപ്പം ഞാൻ കുറേ നേരം സെലക്ട് ചെയ്തൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിന്ന് ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കമ്മലും ഒരു ബ്രേസ്ലെറ്റുമാണ് സെലക്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ എപ്പോഴും 3 പേരുടെയും ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് മേടിക്കാറുണ്ട്. അതിനായിട്ട് ഞങ്ങളൊരു ബഡ്ജറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ബഡ്ജറ്റിനകത്ത് വരുന്ന ഗിഫ്റ്റാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരുടെ ബർത്ത്ഡേക്കും എടുക്കാറുണ്ട്. ഇതാണ് ഈ കമ്മലും ഈ ബ്രേസ്ലെറ്റും ആണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് അവർ മേടിച്ചു തന്നത്. അപ്പം ആ ബഡ്ജറ്റിനകത്ത് വരുന്ന ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇരുന്ന് സംസാരമായിരുന്നു. തെറ്റിദ്ധരിക്കേണ്ട, വൈനാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വെളുപ്പിനെ 4 മണി വരെയൊക്കെ ഇരുന്നായിരുന്നു ഒരു ദിവസം സംസാരം. അവസാനം ഇപ്പോഴും എൻ്റെ ഉറക്കക്ഷീണം മാറിയിട്ടില്ല. ഞങ്ങൾ സംസാരിച്ച് എവിടെയൊക്കെ സംസാരിച്ച് എത്തുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇടയ്ക്കിടെ ഞങ്ങൾ അടിയൊക്കെ കൂടാറുണ്ട് കേട്ടോ. അടി കൂടി ഫൈനലി സോൾവ് ആവുകയും ചെയ്യും. ഇങ്ങനെ ഒരു ദിവസം ആക്ച്വലി ഞാൻ 10 മണിയായപ്പം ഉറക്കം വരുന്നു. നമുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയാന്നൊക്കെ പറഞ്ഞ്, അപ്പം ഗായത്രി മഞ്ജു കൂടെ 5 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവസാനം 4 മണിക്കാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അവിടെ ഇങ്ങനെ ആക്റ്റീവാണ് ആക്ച്വലി. പിന്നെ ഞങ്ങളിരുന്ന് ഇങ്ങനെ വർത്താനം പറയും. ഇനി എപ്പോഴാ കാണുന്നത്? കാരണം എല്ലാവർക്കും തിരക്കല്ലേ. മഞ്ജുവും ഗായത്രിയും പിള്ളേരുടെ പരീക്ഷ. ഇവരുടെ രണ്ടുപേരുടെയും കുട്ടികൾ 10th മൂത്ത കുട്ടികൾ കേട്ടോ. അപ്പം അതിൻ്റെതായ തിരക്കിലായിരുന്നു. പിന്നെ ഗായത്രി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ തിരക്കിലായിരുന്നു രണ്ടുപേരും, കുട്ടികളുടെ എക്സാം ഒക്കെ ആയിട്ട്. അപ്പം പിന്നെ ഞങ്ങൾ വല്ലപ്പോഴുമാണ് കാണുന്നത്. നാളെ എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവും. എല്ലാവരുടെയും റുട്ടീൻസ്, ഷെഡ്യൂൾസ്, റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ഈ മെമ്മറീസ് എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലേ? ചില യാത്രകൾ നമുക്ക് ഫോട്ടോസിൽ മാത്രമല്ല നിൽക്കുക, നമ്മുടെ മെമ്മറീസിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. വെൽത്ത് എന്നത് ശരിക്കും പണം മാത്രമല്ല. അത് സ്നേഹിക്കുന്ന ആളുകൾ, ജെന്യുയിൻ ഫ്രണ്ട്ഷിപ്പ്, സമാധാനം, അങ്ങനെ ചില അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് കൂടെയാണ്. അതാണ് യഥാർത്ഥ വെൽത്ത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.